ഫെബ്രുവരി 29 വ്യാഴാഴ്ച. ലൂക്ക 16:19 മുതൽ 31 വരെ വാക്യങ്ങൾ. നാർസിസസ് എന്ന യുവാവ് വെള്ളത്തിൽ അവൻ്റെ പ്രതിബിംബം കണ്ടു. അത് വളരെ മനോഹരമായി അവന് തോന്നി. അയാൾ ആവേശത്തോടെ ആ പ്രതിബിംബത്തെ പ്രണയിച്ചു. അന്നു മുതൽ അവൻ മറ്റാരെയും കുറിച്ച് വേവലാതിപ്പെട്ടില്ല. തന്നോടുള്ള വലിയ സ്നേഹത്തിന് ഒരു എതിരാളിയെയും കണ്ടെത്തിയില്ല. ഒരു ദിവസം അവൻ വെള്ളത്തിലേക്ക് ഇറങ്ങി തൻ്റെ പ്രതിബിംബത്തെ ആശ്ലേഷിക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ ചെയ്യുന്നതിനിടയിൽ അവൻ വെള്ളത്തിൽ വീണ് മുങ്ങി മരിച്ചു. ഇന്നത്തെ സുവിശേഷം ലാസറിൻ്റെയും ധനികൻ്റെയും കഥയാണ്. മറ്റാരേക്കാളും സ്വയം സ്നേഹിച്ച നാർസിസസിനെ പോലെയായിരുന്നു ധനികൻ. സ്വന്തം ക്ഷേമത്തിൽ മാത്രമാണ് അദ്ദേഹം ശ്രദ്ധിച്ചത്. തൻ്റെ ഗേറ്റിന് പുറത്തുള്ളവരെക്കുറിച്ച് അവൻ ഒരിക്കലും വിഷമിച്ചിരുന്നില്ല. സുവിശേഷ കഥയിലെ ധനികൻ്റെ പേര് യേശു പറയുന്നില്ല. കാരണം പങ്കുവയ്ക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് ചെയ്യാൻ വിസമ്മതിക്കുന്ന എല്ലാവരെയും ആ ധനികൻ പ്രതിനിധാനം ചെയ്യുന്നു. ആ മനുഷ്യൻ വിഭവസമൃദ്ധമായ ഭക്ഷണം ആസ്വദിച്ചുകൊണ്ടിരുന്നു. ലാസർ തൻ്റെ പടിവാതിൽക്കുണ്ടെന്ന് അവനറിയാമായിരുന്നു. പക്ഷേ അവനുമായിട്ട് തൻ്റെ ഭക്ഷണം പങ്കിടാൻ അവന് മനസ്സുണ്ടായില്ല. മറുവശത്ത് സമ്പന്നരുടെ മേശകളിൽ നിന്ന് വീഴുന്ന അവശിഷ്ടങ്ങൾ തിന്ന് സന്തോഷിക്കുന്ന ലോകത്തിലെ ദരിദ്രരെ പ്രതിനിധീകരിക്കുകയാണ് ലാസർ. ഈ ഭൂമിയിലെ താൽക്കാലിക താമസം അവസാനിക്കുമ്പോൾ നമ്മുടെ ജീവിതം അവസാനിക്കാത്ത മറ്റൊരു ലോകത്തേക്ക് നാം പോകുന്നു. കഥയിലെ ധനികൻ നരകത്തിലേക്ക് പോയി അവിടെ പീഡിപ്പിക്കപ്പെട്ടു. ലാസറിനെ ദൈവം സ്വർഗത്തിലേക്ക് അയച്ചു. അവിടെ അബ്രാഹത്തിൻ്റെ മടിയിൽ അവൻ ആശ്വസിപ്പിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷ വായനയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന നിരവധി പാഠങ്ങളുണ്ട്. ഒന്ന്, 2 തരത്തിലുള്ള പാപങ്ങളുണ്ട്. കമ്മീഷൻ ആൻഡ് ഒമിഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. നിയോഗത്തിൻ്റെ പാപവും ഉപേക്ഷയാലുള്ള പാപവും. ധനികൻ ഒരു കുറ്റവാളിയായിരുന്നില്ല. എന്നാൽ തൻ്റെ സമ്പത്ത് പങ്കുവയ്ക്കുകയും മറ്റുള്ളവരോട് അനുകമ്പയോടെ പെരുമാറുകയും ചെയ്യേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം ചെയ്യാൻ അയാൾ പരാജയപ്പെട്ടു. 2, പശ്ചാത്താപം എപ്പോഴും അവസാനമായാണ് വരുന്നത്. ഇന്ന് നമുക്ക് എന്ത് നന്മ വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. നാളെ ചെയ്യാൻ നോക്കിയാൽ അത് സാധിക്കാതെ വരും. 3, ഇന്ന് കഷ്ടത അനുഭവിക്കുന്നവർക്കും അവഗണിക്കപ്പെടുന്നവർക്കും പ്രതീക്ഷയുണ്ട്. ദൈവം അവരെ കരുണയുള്ള കണ്ണുകളോടെ നോക്കുന്നു. അവരുടെ കഷ്ടപ്പാടുകൾ താൽക്കാലികമാണ്. നിത്യതയിൽ അവർ സ്വർഗത്തിൽ ആശ്വസിപ്പിക്കപ്പെടും. 4, നാം ആരും നമ്മുടെ സമ്പത്തോ വസ്തുവകളോ അടുത്ത ലോകത്തേക്ക് കൊണ്ടുപോകുന്നില്ല. ഇവിടെ ഉള്ളത് ഇവിടെ വെച്ച് തന്നെ പങ്കിടുന്നതല്ലേ നല്ലത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.